വളരെ പെട്ടെന്ന് ചിക്കൻ ബിരിയാണി എങ്ങനെ വീട്ടിൽ തയ്യാറാക്കാമെന്ന് നമുക്കൊന്ന് നോക്കാം. മൂൺലൈറ്റ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനും കൂടെ പ്രസ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ബിരിയാണിക്ക് ആവശ്യമായ ചിക്കൻ പീസസ് ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല, ഒരല്പം നാരങ്ങാനീരും പിഴിഞ്ഞൊഴിക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് നമുക്ക് ഫ്രിഡ്ജിലോട്ടൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ബിരിയാണിക്ക് ആവശ്യമായ കാഷ്യൂ ഒന്ന് വറുത്തെടുക്കാം. ഇവിടെ ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതിനോടൊപ്പം കിസ്മിസും ഇടുന്നുണ്ട്. ഇവ രണ്ടും നമുക്കൊന്ന് വറുത്തെടുക്കാം. അങ്ങനെ നമ്മുടെ കാഷ്യൂം കിസ്മിസും ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി ഇതേ എണ്ണയിൽ തന്നെ ഞാൻ അല്പം സവാള ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നമുക്കൊന്ന് വറുത്തെടുക്കണം. അതിനായിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അങ്ങനെ നമ്മുടെ സവാളയും റെഡി ആയിട്ടുണ്ട്. ഇത് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുകയാണ്. ഇനി ഇതേ എണ്ണയിലോട്ട് തന്നെ നമ്മൾ നേരത്തെ മസാല പുരട്ടി വെച്ചിരിക്കുന്ന ചിക്കൻ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇത് നമുക്കൊന്ന് വറുത്തെടുക്കണം. ഒരല്പം കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ചിക്കനും റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ബിരിയാണി മസാല തയ്യാറാക്കാം. അതിനാവശ്യമായ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അവ ഏതൊക്കെയാണെന്ന് നോക്കാം. സവാള ചെറുതായിട്ട് അരിഞ്ഞത്, തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തത്, കറിവേപ്പില, പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി ചതച്ചത്, ആവശ്യത്തിന് തൈര്. ഇനി മസാലപ്പൊടികൾ എന്തൊക്കെയാണെന്ന് നോക്കാം. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ചിക്കൻ മസാല, ബിരിയാണി മസാല, മല്ലിപ്പൊടി, ഗരം മസാല, ഉപ്പ്. ഇനി ചിക്കൻ വറുത്ത് കോരി എണ്ണയിലോട്ട് തന്നെ നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. അതിനോടൊപ്പം അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി, കറിവേപ്പില, പച്ചമുളക് ഇവ ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇനി നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി, ഇഞ്ചിയും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കണം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന മസാലപ്പൊടികൾ അവ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഈ മിക്സിലോട്ട് ഞാൻ അല്പം നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിനോടൊപ്പം തൈര് ഞാനിവിടെ ഒരു 3 ടേബിൾ സ്പൂണാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതിനോടൊപ്പം ഒരല്പം പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ നേരത്തെ വറുത്ത് കോരി വെച്ചിരിക്കുന്ന ചിക്കനും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കുക.
ഇനി നമുക്ക് ബിരിയാണി റൈസ് തയ്യാറാക്കാം. അതിനാവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇത് വറുത്ത് വെച്ചിരിക്കുന്ന ക്യാഷ്യും കിസ്മിസും, സവാള, കുതിർത്ത് വെച്ചിരിക്കുന്ന അരി, ക്യാരറ്റ് ചെറുതായിട്ട് കട്ട് ചെയ്തത്, പൈനാപ്പിൾ ചെറുതായിട്ട് കട്ട് ചെയ്തത്, നാരങ്ങ. ഇത് ഓൾ സ്പൈസസ്. ഇനി നമ്മൾ ഈ പാത്രത്തിലാണ് ബിരിയാണി ഉണ്ടാക്കുന്നത്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ചെറുതായിട്ട് ചൂടായ ശേഷം ഓൾ സ്പൈസസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനോടൊപ്പം ക്യാരറ്റും ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് ആവശ്യത്തിന് വെള്ളം, അതായത് ഞാനിവിടെ 2.5 ഗ്ലാസ് അരിയാണ് എടുത്തിരിക്കുന്നത്. അപ്പം 5 ഗ്ലാസ് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മൾ എത്രയാണോ അരി എടുക്കുന്നത് അതിന് ഇരട്ടിയാണ് വെള്ളം ഒഴിക്കേണ്ടത്. ആ സെയിം ഗ്ലാസ്സിന് തന്നെ. ഒരല്പം നാരങ്ങയുടെ നീര് പിഴിഞ്ഞ് കൊടുക്കുന്നുണ്ട്. ഇനി കുറച്ച് പൈനാപ്പിൾ കട്ട് ചെയ്തതും സവാള വറുത്ത് വെച്ചിരിക്കുന്നതൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യണം. ഇനി ഒന്ന് വെള്ളം തിളച്ച് വരണം. വെള്ളം തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അരി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഉപ്പൊക്കെ ഒന്ന് നോക്കണം കേട്ടോ, പോരാന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് മൂടി വെച്ച് വേവിക്കാം. അങ്ങനെ നമ്മുടെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ദം ഇട്ട് കൊടുക്കണം. അതിന് ഞാൻ ഒരല്പം റൈസ് വേറൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. ഇനി നമ്മൾ ഈ റൈസിൻ്റെ മുകളിലോട്ട് നമ്മുടെ ബിരിയാണി മസാല വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന സവാള, ക്യാഷ്യൂ, കിസ്മിസ്, പൈനാപ്പിൾ ചെറുതായിട്ട് കട്ട് ചെയ്തതൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മുടെ ബാലൻസ് റൈസ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിന് മുകളിലോട്ട് ഒരല്പം നെയ്ക്കകത്ത് മഞ്ഞൾപ്പൊടി ചാലിച്ചത് ഒന്ന് ലേശം ഒന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം നല്ലൊരു കളറും കിട്ടും. എന്നിട്ട് ബാലൻസ് ഇരിക്കുന്ന സവാളയും ക്യാഷ്യും കിസ്മിസും പൈനാപ്പിളൊക്കെ നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. പിന്നെ മല്ലിയില, പുതിനയിലൊക്കെ നമുക്ക് ഉപയോഗിക്കാം. ഇത് എൻ്റെ അടുത്തില്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ ഇട്ടിട്ടില്ല കേട്ടോ. നമുക്കൊന്ന് മൂടി വയ്ക്കാം. പിന്നെ ഇതിനകത്ത് കനലൊന്നും ഇടാൻ പറ്റത്തില്ല ഈ പാത്രത്തിൽ, അതുകൊണ്ട് ഞാനൊരു പഴയ പാൻ അത് പ്രീ ഹീറ്റ് ചെയ്തിട്ടുണ്ട്. ബിരിയാണി പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതങ്ങനെ നമ്മുടെ വളരെ എളുപ്പത്തിൽ സിമ്പിളായിട്ടുള്ള ബിരിയാണി, ചിക്കൻ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാം. കൂടെ ഒരു സാലഡും കൂടെ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.